25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കേന്ദ്ര സർക്കാരിന്റെയും തൊഴിൽ വകുപ്പിന്റെയും അംഗീകാരമുള്ള 2 വർഷ കാലയളവിൽ NCVT കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സിവിൽ ഡ്രാഫ്റ്റ്മാൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ ട്രെയിനിങ്ങുകളിലേക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ലഭിക്കാനും ഏറെ ഉപകാരപ്രദമായ NCVT സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാം. എല്ലാ കോഴ്സുകളിലേക്കും പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. അഭ്യസ്ത വിദ്യരായ ആയിരക്കണക്കിന് പരിശീലകരെ നാടിന് സമ്മാനിച്ച കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം പഴയന്നൂർ. ഫോൺ 9447373741 9400095147. ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഫെസ്റ്റിവ ബാലസഭാ ദ്വിദിന പഠന ക്യാമ്പ് ആവേശകരമായി പൂർത്തിയാക്കി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഫെസ്റ്റിവ ബാലസഭ ദ്വിദിന പഠന ക്യാമ്പ് ശ്രദ്ധേയമായി. CDS ചെയർപേഴ്സൺ നിഷ അർജുന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. കുറേ കാര്യങ്ങൾ നിങ്ങളെ പോലുള്ള വളർന്നു വരുന്ന പിഞ്ചു പൈതങ്ങളായ നിങ്ങൾക്ക് കുറേ അറിവുകൾ നേടേണ്ടതുണ്ട്. വേണ്ടേ? നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതിന് നിങ്ങൾക്ക് കളിയും വേണം, ചിരിയും വേണം, പഠിക്കണം, നല്ല നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവണം, നല്ല നല്ല നിലയിൽ നിങ്ങൾ എത്തണം. അങ്ങനെയൊക്കെ നിങ്ങളുടെ വിവേകവും വിവരവും ഒക്കെ വളർത്തുന്നതിന് ആവശ്യമായ ചില നടപടികളുമായിട്ടാണ് ഈ CDS ഇതിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല നന്നായി നിങ്ങൾ വളരാനുള്ള സാഹചര്യവും നാളുകളിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എല്ലാം ഇവിടെ RPമാര് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതെല്ലാം നിങ്ങൾ കൃത്യമായി അത് ജീവിതത്തിൽ നിങ്ങൾ അത് നടപ്പിലാക്കണം. സ്കൂൾ പാഠപുസ്തകങ്ങൾക്ക് പുറമെയുള്ള പൊതുവിജ്ഞാനം കുട്ടികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചേലക്കര പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മിടുക്കരായ കുട്ടികളാണ് ഈ 2 ദിവസത്തെ പഠന ക്യാമ്പിൽ പങ്കെടുത്തത്. ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷെഫീഖ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നന്ദകുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നമ്മൾ എന്താ ചെയ്യേണ്ട? എത്ര പേര് അവധി ദിവസങ്ങളിൽ അമ്മമാരെ വീട് വൃത്തിയാക്കുന്നതിന് വേണ്ടി സഹായിക്കാറുണ്ട്? എല്ലാവരും ചെയ്യാറുണ്ട് അല്ലേ? എല്ലാവരും ഇപ്പം മിടുക്കന്മാരാണ്, മിടുക്കികളും. നമ്മുടെ അമ്മമാരെ സഹായിക്കണം. തിങ്കൾ മുതൽ വെള്ളി വരെ അമ്മമാരെ നമ്മളെ സ്കൂളിൽ പറഞ്ഞുവിടാൻ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ? അത് കഴിഞ്ഞാൽ അമ്മമാർക്ക് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ അമ്മമാരെ സഹായിക്കുക? വീട് വൃത്തിയാക്കിക്കൊണ്ടും നിങ്ങളുടെ ബുക്കുകള് അതുപോലെ നിങ്ങളുടെ സാധനങ്ങളെല്ലാം വൃത്തിയിൽ സൂക്ഷിച്ചുകൊണ്ടും നിങ്ങൾ ചെയ്യണം. പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ ബാലാജി, സുരേഷ്, ഷാനവാസ്, 3ാം വാർഡ് മെമ്പർ എല്ലിശ്ശേരി വിശ്വനാഥൻ എന്നിവരും CDS അംഗങ്ങളും രക്ഷിതാക്കളും കുടുംബശ്രീ പ്രവർത്തകരും ചടങ്ങിന്റെ ഭാഗമായി. ഈ ബാലസഭ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളിലുള്ള കലാവാസനയും അതുപോലെ തന്നെ എല്ലാ അഭിരുചികളും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വാർഡ് തലത്തിൽ തന്നെ ബാലസഭകൾ നമ്മൾ കൂടാറുണ്ട്. ഞാൻ എൻ്റെ വാർഡിലൊരു ഒരു ബാലസഭയിൽ പങ്കെടുത്താണ്. അപ്പോൾ കുട്ടികളുടേതായിട്ടുള്ള എല്ലാ കഴിവുകളും ഉണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ പ്രദർശിപ്പിക്കുന്നതിനും അവസരങ്ങൾ സ്വാഭാവികമായിട്ട് വളരെ കുറവാണ്. CDS വൈസ് ചെയർപേഴ്സൺ ശ്രീഷ്മ സ്വാഗതവും SD കൺവീനർ ശോഭന തങ്കപ്പൻ നന്ദിയും രേഖപ്പെടുത്തി. കുട്ടികളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ക്യാമ്പ് ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. നല്ലൊരു ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടേ? നമ്മൾ ഇപ്പൊ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? നമ്മുടെ സമൂഹത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിപരമായിട്ട് ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു പ്രത്യേക ക്ലാസ്സാണ് ഇന്ന്. നിങ്ങൾ സാധാരണ ചിന്തിക്കുന്ന പോലെ ഒരു ഡാൻസോ ഒരു പാട്ടോ അങ്ങനെയല്ല ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. നല്ല രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടുള്ള ഒരു
നല്ലൊരു ക്ലാസ്സാണ് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ചെയ്യാൻ പോണത്. ഇന്നും നാളെയാണ്. അപ്പോൾ ഇന്ന് വന്ന എല്ലാവരും നാളെ ഉണ്ടാവണം, ആരും ഒഴിവാവരുത്. അപ്പോൾ ഈ 2 ദിവസത്തെ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. CCV ന്യൂസ് ചേലക്കര.